തിരുവനന്തപുരം കേരളത്തിൻ്റെ വെറും തലസ്ഥാനമല്ല, രാഷ്ട്രീയ തലസ്ഥാനം കൂടിയാണ്. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയുമാണ് തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച LDFിനുള്ളിലെ പൊട്ടിത്തെറിയാണ്. CPMും CPIയും പരസ്പരം കൊമ്പ് കോർക്കുന്നു, പോര് വിളിക്കുന്നു. CPM വെള്ളാപ്പള്ളിയെ പിന്താങ്ങുമ്പോൾ CPI വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയാണ്. മുന്നണി ഏതാണ്ട് പിളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. CPI ഇത്രയും കടുത്ത ഭാഷയിൽ ഇതിനു മുമ്പ് CPMനെ വിമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഇത്ര രൂക്ഷമായ വിമർശനം ഇതിനു മുമ്പ് ഉയർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മുൻനിർത്തി വെള്ളാപ്പള്ളിയുമായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കണം, ഉപേക്ഷിക്കണം എന്ന നിലപാടാണ് CPI പറയാതെ പറയുന്നത്. എന്നാൽ CPM ആകട്ടെ CPIയെ പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് പുറമേ കാണിക്കാതെ വെള്ളാപ്പള്ളിയുമായിട്ട് ഇനിയും ഒത്തുപോകും എന്ന സന്ദേശം തന്നെയാണ് വാക്കുകളിലൂടെ നൽകുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു, പിണറായി വിജയനല്ല ബിനോയ് വിശ്വം, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന്. അതിനെ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ. രണ്ടും രണ്ട് വ്യക്തികളാണ്, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് ആശയങ്ങളാണ് എന്ന് പറയാതെ പറഞ്ഞു വച്ചു. വെള്ളാപ്പള്ളിയെ ഒരു വിധത്തിലും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം നൽകുന്ന വ്യക്തമായ വ്യാഖ്യാനം. ഇനി അപ്പുറത്ത് വെള്ളാപ്പള്ളിയാകട്ടെ, CPMലേക്ക് ഞാൻ വരാം. വെള്ളാപ്പള്ളിയാകട്ടെ പണ്ട് CPI നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തൻ്റെ പക്കൽ തന്നെ കാണാൻ വരികയും തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തതിനെക്കുറിച്ചൊക്കെ സന്ദർഭവശാൽ സൂചിപ്പിച്ചു. തുകയൊന്നും പറഞ്ഞില്ല. തനിക്ക് സംസ്കാരമുള്ളതുകൊണ്ട്, മര്യാദയുള്ളതുകൊണ്ട് താൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ തൻ്റെ കയ്യിൽ നിന്ന് ഇവരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാർ, MN ഗോവിന്ദൻ നായരെ പോലെ, PS ശ്രീനിവാസനെ പോലെയൊക്കെയുള്ള വലിയ മഹത്തുക്കൾ ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധം ബിനോയ് വിശ്വത്തിന് വേണം എന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ CPIയെ വളരെയധികം, അതായത് ഒരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വളരെ മോശമായ അനൈക്യം സൃഷ്ടിക്കുന്ന പ്രസ്താവനകളും നിലപാടുമായിട്ട് CPI മുന്നോട്ട് പോയി എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ആ വിവാദം വെള്ളാപ്പള്ളി ഇവിടെ ഏറ്റുപിടിക്കുകയാണ്. അക്കാര്യത്തിൽ CPIയെ കുറ്റപ്പെടുത്തുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം തീർച്ചയായിട്ടും വാങ്ങിയെടുത്ത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തി പുരോഗതി കൈവരിക്കേണ്ടതായിരുന്നു. അതിന് ഇവർ തയ്യാറായില്ല, അതിന് ഇടങ്കോലിട്ടു CPI എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഭാഷ്യം. വെള്ളാപ്പള്ളി വർഗീയ കാർഡുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, വെള്ളാപ്പള്ളിയല്ല LDF എന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി. ഇങ്ങനെ കൊണ്ടും കൊടുത്തും വെള്ളാപ്പള്ളിയും CPIയും തമ്മിൽ മുന്നോട്ട് പോകുമ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് CPM നേതാക്കൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചീത്ത പറയിപ്പിക്കുന്നു എന്ന ഒരു ആഖ്യാനമാണ് ഇവിടെ ഉയരുന്നത്. പ്രതിപക്ഷ നേതാവാകട്ടെ ഈ തമ്മിലടിക്ക് അല്ലെങ്കിൽ ഈ എരിയുന്ന കനലിലേക്ക് നല്ലവണ്ണം ഇന്ധനം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതേ കാര്യം ആവർത്തിച്ചു. അതായത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തവരെ, മുഖ്യമന്ത്രിക്ക് അപ്രിയരായവരെ, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആൾക്കാരെ അഴിച്ചുവിട്ട് ചീത്ത പറയിപ്പിക്കുകയാണ്, തെറി പറയിപ്പിക്കുകയാണ് എന്നൊരു വ്യാഖ്യാനമാണ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നൽകിയത്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. അവർ
എടുത്തു പറഞ്ഞു. CPI നേതാവ് പറയുന്നത് പോലെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നത് പോലെ വർഗീയവാദിയായ ഒരാളെ കൊണ്ടു നടക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് MV ഗോവിന്ദന്റെ മറുപടി, ഈ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ഒരാൾ വർഗീയവാദി ആകുമോ എന്നൊക്കെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ തിരികെ ചോദിച്ചത്. വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കാൻ വേണ്ടി CPM ഏതറ്റം വരെയും പോകും എന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഇവിടെ വെള്ളാപ്പള്ളി ഫാക്ടർ അല്ല വാസ്തവത്തിൽ. CPMഉം CPIയും തമ്മിലുള്ള ഒരു അകൽച്ച, അന്തഛിദ്രം, തമ്മിലുള്ള അടി, അത് മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ രാഷ്ട്രീയമാണ്. അവിടെ വെള്ളാപ്പള്ളിയെ ഒരു നിമിത്തമായി ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ വെള്ളാപ്പള്ളി അല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം CPMന് CPIയെ വേണ്ട. CPI ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് CPMനെതിരെ പാര വയ്ക്കുന്നു എന്ന ആക്ഷേപമാണ് CPMനുള്ളത്. പലപ്പോഴും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും LDF യോഗത്തിലുമൊക്കെ അത് ചർച്ചയാകുന്നുണ്ട്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾ പറയാതെ പറഞ്ഞു, LDFനുള്ളിൽ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം കാണിക്കുന്ന മര്യാദ പോലും CPI കാണിക്കുന്നില്ല. അവർ വളരെ തഞ്ചത്തിൽ, വളരെ സമാധാനത്തിൽ, വളരെ സമവായത്തിൽ ഒക്കെ പെരുമാറുമ്പോൾ CPI CPMനെ നിരന്തരം കുറ്റപ്പെടുത്തിയും അപമാനിച്ചും കുറ്റങ്ങളെല്ലാം CPMന്റെ തലയ്ക്ക് വെച്ചും ഒക്കെ പെരുമാറുകയാണ് എന്ന പരാതി CPMന് ഏറെക്കാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPI മുന്നണി വിട്ട് പോകുന്നെങ്കിൽ പോട്ടെ, അതുകൊണ്ട് CPMന് ഒന്നും സംഭവിക്കാനില്ല, LDF അതുകൊണ്ട് ഒരു ദോഷവും LDFന് വരില്ല എന്ന ഒരു നിലപാട് കൂടി അവിടെ CPMനുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വായിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായമനുസരിച്ച് LDFൽ രണ്ടാമൻ ഇനി CPI അല്ല എന്നൊരു നിലപാട് CPM വൈകാതെ സ്വീകരിക്കും എന്ന ഒരു ചിന്തയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി LDFലെ രണ്ടാമൻ മറ്റാരുമല്ല, അത് കേരള കോൺഗ്രസ് എം ആണ് എന്ന് CPM പറയാതെ പറയുകയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ, വാഗ്വാദങ്ങൾക്കിടെ കാര്യങ്ങൾ ഒരു കടവിനടുക്കുകയാണ്. അതായത് CPI മുന്നണിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. മുന്നണിയിൽ അവർ വലിയ ഒരു ഒഴിവാക്കൽ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കൽ നേരിടുന്നു. ഇത് ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഇത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളെ അഴുകുവൽക്കരിച്ച് CPIയെ ഒതുക്കി ഒരു മൂലക്കിരുത്തി മുന്നോട്ട് പോകാൻ, LDFുമായിട്ട് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് CPI നൽകുകയാണ്. അതിന് അവർക്ക് കിട്ടിയത് വെള്ളാപ്പള്ളി എന്ന വടിയാണ്. ആ വടി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഒരു മറ ഉപയോഗിച്ച് അവർ ഇക്കാര്യം CPMനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. CPM ആയിട്ട് ഇത് കേട്ട ഭാവം നടിക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ പറയുന്നതിന് പ്രതിരോധിക്കാൻ CPM ഉണ്ടാകും എന്ന ഒരു സന്ദേശമാണ് മറുപടിയായി നൽകുന്നത്. അതായത് CPI അധികം കിടന്ന് തിളയ്ക്കണ്ട, ഒരുപാട് തിളച്ചാൽ കൊഞ്ചു ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്നതുപോലെ CPIക്കും ആ കൊഞ്ചിൻ്റെ ഗതിയുണ്ടാകും എന്ന ഒരു സന്ദേശമാണ് CPM പറയാതെ പറയുന്നത്.